ഹൈദരാബാദ് എയർപോർട്ടിലേക്കുള്ള ലാൻഡിംഗ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബീഹാറിലെ പാട്നയിൽ നിന്ന് ഞാൻ ആരംഭിച്ച യാത്രയാണ്. കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആണ് എനിക്ക് ലഭ്യമായത്. ഹൈദരാബാദ് ആയിരുന്നു എന്റെ കണക്റ്റിംഗ് ചെയ്തിരിക്കുന്ന എയർപോർട്ട്. ഏതായാലും ആ ഹൈദരാബാദിലേക്കുള്ള ലാൻഡിംഗ് നടക്കുന്ന ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹൈദരാബാദ് സിറ്റിയുമായി ബന്ധപ്പെട്ട മനോഹരമായ കെട്ടിട സമുച്ചയങ്ങളും അതിലെ ദൂരക്കാഴ്ചകളും ആകാശ കാഴ്ചകളും ഒക്കെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത്. കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിയുമ്പോൾ കുറച്ചും കൂടി വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്ന രീതിയിൽ ഫ്ലൈറ്റിന്റെ ലാൻഡിംഗ് അടുത്തുകൊണ്ടിരിക്കും. ആ ഒരു കാഴ്ച കാണുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഓരോ പ്രാവശ്യവും യാത്രക്കിടയിൽ ഞാൻ വിൻഡോ സീറ്റ് സെലക്ട് ചെയ്യുവാനുള്ള പ്രധാന കാരണം. അതിനുവേണ്ടി വരുന്ന നഷ്ടം ഒരിക്കലും ഞാനൊരു നഷ്ടമായിട്ട് കണക്കാക്കാറില്ല. കാരണം എത്ര പ്രാവശ്യം ഹൈദരാബാദ് എയർപോർട്ടുമായി ബന്ധപ്പെട്ട് ഞാൻ യാത്ര ചെയ്തു എന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. 6 വർഷ കാലഘട്ടം മുഴുവനും ഗുജറാത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് 1 or 2 പ്രാവശ്യമൊക്കെ കേരളത്തിലേക്ക് വരുന്ന അവസരങ്ങളിൽ ഹൈദരാബാദ് ടച്ച് ചെയ്താണ് വരുന്നത്. കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആണ് മിക്കവാറും ലഭ്യമാകുന്നത്. അത് എപ്പോഴും എനിക്ക് ഹൈദരാബാദിലാണ് ലഭ്യമാകുന്നത്. 2:20 സെയിം ഫ്ലൈറ്റിലാണ് ഇപ്പോഴും ഞാൻ കൊച്ചിയിലേക്കുള്ള യാത്ര നടത്തേണ്ടത്. ഹൈദരാബാദിലെ ചുറ്റിക്കാഴ്ചകളൊക്കെ എനിക്ക് അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിയുമ്പോൾ കൂടുതൽ അടുത്ത് വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കുന്ന രീതിയിലുള്ള കാഴ്ചകൾ നമുക്ക് കാണുവാൻ സാധിക്കും. എന്തിനേറെ പറയുന്നു, റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ പോലും നമുക്ക് ഇമവെട്ടാൽ നോക്കി നിൽക്കുവാൻ സാധിക്കും. അത്രമാത്രം ഒരു വ്യക്തത നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിയുമ്പോൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യുന്ന ഭാഗമാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആകാശ കാഴ്ചകളെല്ലാം വ്യക്തമാണ്. താഴെ ഉള്ള കെട്ടിട സമുച്ചയങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ പോലും വീഡിയോയിൽ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കുമെങ്കിൽ ആകാശ വിധാനങ്ങളിൽ നിന്ന് വിൻഡോയിൽ ഇരുന്നു കൊണ്ട് നോക്കിക്കഴിയുമ്പോൾ അതിന്റെ ഒരു കാഴ്ച അപാരം തന്നെയാണ്. അത് കാണുക എന്ന ഉദ്ദേശമാണ് എന്നെ സംബന്ധിച്ചോളം വിൻഡോ സീറ്റ് സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ ശുഷ്കാന്തി കാണിക്കുന്നത്. ഇത് ഹൈദരാബാദ് എന്ന് പറയുന്ന എയർപോർട്ടിലേക്കുള്ള ലാൻഡിംഗ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നടത്താൻ പോവുകയാണ് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ എയർപോർട്ടിന്റെ ഭാഗത്തേക്ക് ഇതാ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ ഇതാ ലാൻഡിംഗ് റൺവേയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി റൺവേയിലൂടെയുള്ള ഒരു യാത്രയാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. മിക്കവാറും ഞാൻ സെലക്ട് ചെയ്യുന്നത് ഇൻഡിഗോ ഫ്ലൈറ്റുകളാണ്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഷെഡ്യൂൾ അനുസരിച്ച് കൃത്യമായിട്ടുള്ള ഫ്ലൈയിങ് അല്പം താമസിച്ചാണെങ്കിൽ പോലും നടക്കും എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് ഇന്ത്യയെ കുറിച്ചുണ്ട്. ഞാൻ പല പ്രാവശ്യം
എയർ ഇന്ത്യ ഫ്ലൈറ്റുകൾ ബുക്ക് ചെയ്യുകയും യാത്ര ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് കൃത്യത പാലിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും സംശയമുള്ളത് കൊണ്ടാണ് ഇൻഡിഗോ ഫ്ലൈറ്റ് തന്നെ ഞാൻ എപ്പോഴും തിരഞ്ഞെടുക്കുവാനുള്ള പ്രധാന കാരണം. ഇതാ പാർക്കിംഗ് ഏരിയയിലേക്ക് ഞാൻ ആയിരിക്കുന്ന ഫ്ലൈറ്റ് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഹൈദരാബാദിലെ ലാൻഡിംഗ് ഏരിയയിലേക്ക് ഇൻഡിഗോ ഫ്ലൈറ്റ് പ്രവേശിച്ചിരിക്കുകയാണ്.